അമ്മയുടെ മടി കിടക്കുന്ന പോലെ തോന്നുന്നു. ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. ഉറങ്ങിക്കോ. പണ്ട് അച്ഛൻ മദ്യപിച്ച് ലക്കേട്ട് വന്ന് അമ്മയെ ഉപദ്രവിക്കുന്ന ഞാൻ കാണാതിരിക്കാൻ അച്ഛൻ വരുന്നതിന് മുന്നേ അമ്മേനെ മടി കിടത്തി ഉറക്കുമായിരുന്നു. അന്ന് അമ്മ എനിക്കൊരു താരാട്ടുപാട് പാടിത്തരും. പാട്ട് തീരുമ്പോഴേക്കും അമ്മയുടെ കണ്ണുനീര് എന്റെ കവിളിൽ പതിക്കും. മകൻ അത്താഴം കൊടുക്കാനില്ലല്ലോ എന്ന അമ്മയുടെ സങ്കടത്തിന്റെ നോവ കണ്ണുനീരില്. അന്ന് പല രാത്രികളിലും പട്ടിണിയായിരുന്നു ഞാൻ. എനിക്കും ഒരു താരാട്ടിന്റെ കഥ പറയാനുണ്ട്. എന്റെ വയറ്റിൽ വളരുന്ന വിക്രമേട്ടന്റെ കുഞ്ഞിന്റെ കഥ. പക്ഷെ അത് ഈ അവസ്ഥയിൽ എങ്ങനെയാ ഞാൻ പറയുന്നത്? നിന്നോട് ആരാടി പറഞ്ഞത് എന്റെ മൊബൈൽ എടുക്കാൻ? അവിടെ ഇരുന്നപ്പോ എടുത്തോണ്ട് വന്നതാ. എന്തിന്? അച്ഛാ, ഒരു അത്യാവശ്യം. എന്തത്യാവശ്യം? അച്ഛന്റെ ഓഫീസ് റൂമിൽ കയറി ഫയലുകൾ പരിശോധിക്കുന്നു. എന്റെ ഓഫീസിൽ കയറി ഫയലുകൾ പരിശോധിക്കുന്നു? ആര്? ആ മന്ദിനിയും ജഗനും. വന്ദനെ അച്ഛൻ അറിയില്ല. അവൾ അച്ഛന്റെ ഓഫീസ് റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് അച്ഛനെ തകർക്കാനുള്ള എന്തെങ്കിലും രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനായിരിക്കും. അതുകൊണ്ട് അവള് ഫയലുകൾ തിരയുന്നു. കളിച്ച് കളിച്ച് എന്റെ ഓഫീസ് റൂമിൽ കയറി കളിച്ച രണ്ടെണ്ണത്തിന് ഞാൻ പാച്ചയ്ക്ക് കത്തിക്കും. എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുന്ന ആരായാലും ഇന്ന് അവരുടെ അവസാനമായിരിക്കും. ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഹരിതേ, നീ നോക്കിക്കോ. ഇന്ന് വന്ദനയ്ക്ക് ഈ വീടിന്റെ പുറത്തേക്കുള്ള വാതില് തുറക്കും. ഭാവി തരുതേ, ആ കാഴ്ച കാണാൻ എനിക്ക് കൊതിയായി. വന്നേ, വാ. കിട്ടിയോ? ഇല്ല, ഇവിടെ ഒന്നും കാണുന്നില്ല. അതെ, അച്ഛൻ ചിലപ്പോ മുറിയിലേക്ക് എടുത്തു കാണും. ഞാൻ ചെന്ന് അച്ഛന്റെ മുറിയിലുണ്ടോന്ന് നോക്കിട്ട് വരാം. ജഗ, ഞാനിപ്പോ വരാം. അച്ഛൻ ആ ഫയൽ മുറിയിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ടേബിളിന്റെ മുകളിൽ തന്നെ കാണും. ഞാൻ ദാ വരുന്നു. ചൂണുണ്ടെങ്കിൽ തലട. അച്ഛൻ വിട്. അച്ഛൻ വിടാനാ പറഞ്ഞേ. വിടാൻ വിട.
അച്ഛനായി പോയി. ഇല്ലെങ്കിൽ തല്ലി നടുവോടിച്ചാണ് ഞാൻ. തന്തയെ തല്ലിയെന്ന പേരുദോഷം എന്നെ കൊണ്ട് കേൾപ്പിക്കരുത്. ജഗ വേണ്ട. എനിക്ക് വേണ്ടി നിങ്ങൾ തമ്മിൽ തല്ലുകൂടണ്ട. അച്ഛൻ വന്ദന എന്തിനാ ഓഫീസിൽ കയറുന്ന അറിയണോ അച്ഛന്? ഞാൻ പറയാം. നീ പറയാൻ പോകുന്ന എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഇൻകം ടാക്സ് റെയ്ഡ് അതല്ലേ കഥ. ഇവള് പറഞ്ഞ കള്ളക്കഥ നീ വിശ്വസിച്ചാ മതി. ഒരുപാട് കഥകൾ വിശ്വസിപ്പിച്ചല്ലേ ഇവള് നിന്റെ തലയിലായത്. ഇറങ്ങിപ്പോടെ അവിടെ വിളിച്ചുണ്ട്. ഞാൻ ഇറങ്ങാം. വരാനുള്ളത് തന്നെ അങ്ങ് അനുഭവിച്ചോ. അനുഭവിച്ചോളാമടാ ഞാൻ. പക്ഷേ ഇപ്പൊ നീ എവിടെ വിളിച്ചോണ്ടിറങ്ങണം? വന്ദനെ